എലിസബത്തിന്റെ വീട്ടിൽ ചെന്നു. അവിടെ പരിശുദ്ധാത്മാവ് സ്നാപയോഹന്നാനും എലിസബത്തിലും നിറഞ്ഞു. നമ്മൾ ജപമാല ചൊല്ലുന്ന സമയത്ത് മാതാവ് മറ്റ് സ്ത്രീകളെ പോലെ ശിവത്തേരി കിടക്കുകയല്ല, അവളെ ദൈവം ഉയർപ്പിച്ചു സ്വർഗത്തിലേക്ക് എടുത്തു. അങ്ങനെ നമ്മൾ ജപമാല ചൊല്ലുമ്പോൾ മാതാവും വീട്ടിൽ വരും. അങ്ങനെ ജപമാല ചൊല്ലുന്ന വീട്ടിലുള്ളവർക്കെല്ലാം പരിശുദ്ധാത്മാവിന് കിട്ടും. ദരിദ്രനായ എൻ്റെ അപ്പനും എൻ്റെ അമ്മയും ദാരിദ്ര്യവും പാവവും വെച്ചുകൊണ്ട് 10 പിള്ളേരെ വളർത്തിയപ്പോൾ ഒരിക്കൽ പോലും കാര്യമായിട്ട് കൊന്തയൊന്നും മുടക്കിയില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് വിശ്വാസവും ഭക്തിയെല്ലാം കിട്ടി. 2 അച്ഛനും ഒരു കന്യാസ്ത്രീ എൻ്റെ വീട്ടിൽ നിന്ന് പൊന്തി വന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ജപമാല ഉപയോഗിച്ച് നിയോഗങ്ങൾ വെച്ചോ നിയോഗങ്ങൾ ഇല്ലാതെയോ പ്രാർത്ഥിക്കുമ്പോൾ, നിയോഗം ഇല്ലെങ്കിൽ മാതാവ് വെച്ചോളൂ, നിയോഗം കുഴപ്പമൊന്നുമില്ല, നിയോഗം വെച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. അങ്ങനെ ലോകം മുഴുവനും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. വലിയ ആനക്കാര്യമല്ലോ കർത്താവ് പറയുന്നുണ്ടോ? ചെറിയ കാര്യമല്ലേ പറയുന്നത്? എലീഷ പ്രവാചകന്റെ അടുത്തേക്ക് നാമാൻ എന്ന സൈന്യാധിപൻ പറഞ്ഞു അവന് കുഷ്ഠമുണ്ടായിരുന്നു. അപ്പോൾ നാമാൻ വന്നപ്പോൾ എലീഷ പറഞ്ഞു, നീ യോർദാൻ നദിയിൽ 7 പ്രാവശ്യം ചാടി കുളിക്കാൻ പറഞ്ഞു. കാരണം നമ്മുടെ നാട്ടിൽ പുഴയില്ലാഞ്ഞിട്ടാണോ ഈ കലക്കവെള്ളത്തിൽ കുളിക്കാൻ പറയുന്നത്? ഓടാന്ന് പറഞ്ഞു. സൈന്യാധിപനല്ലേ, കുഷ്ഠമാണെങ്കിൽ ദേഷ്യത്തിനൊട്ടും കുറവില്ല. അപ്പോ ഒരാൾ പുറകെ വന്നു, യജമാനനെ വലിയ കാര്യമൊന്നും അല്ലല്ലോ പറഞ്ഞത്, ചെറിയ കാര്യമല്ലേ പ്രവാചകൻ പറഞ്ഞത്, ചെയ്തുകൂടെ? ഓ ശരിയാണല്ലോ. അദ്ദേഹം 1 ചാടി, ഒന്നുണ്ടായില്ല. 2 ചാടി, ഒന്നുണ്ടായില്ല. 6 ചാടി, ഒന്നുണ്ടായില്ല. 7ാമത്തെ ചാട്ടത്തിൽ നാമാന്റെ കുഷ്ഠം മാറി അവന്റെ ശരീരം സുഖമുള്ളതായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവം 2 കാര്യങ്ങൾ, ചെറിയ കാര്യങ്ങൾ. 1ാമത്തെ കാര്യം ഓർമ്മയുണ്ടോ? ചെറുതും വലുതുമായ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ ബഹളം കൂട്ടാതെ, ആപരാധി കൂടാതെ യേശുവിന്റെ കുരിശോട് ചേർത്ത് കാഴ്ചവെച്ച് ആഫ്രിക്കയിലോ അമേരിക്കയിലോ റഷ്യയിലോ ചൈനയിലോ ഇന്ത്യയിലോ എവിടെയെങ്കിലും ഭാവികളുടെ മാനസാന്തരത്തിന് വേണ്ടി എന്റെ കൊച്ചു സഹനം സ്വീകരിക്കണമേ. ഈശോയെ സ്തോത്രം, ഈശോയെ നന്ദി. പ്രേക്ഷിത പ്രാർത്ഥനയാണ്. കുട്ടികളെ സംബന്ധിച്ചല്ലോ, ചിലപ്പോ അമ്മ ചിലപ്പോ നിങ്ങൾക്ക് വിശുദ്ധരായി തീരാൻ പറ്റും, നിങ്ങൾക്കും പരിശുദ്ധാത്മാവിനും ദൈവം തരും. സംബന്ധിച്ചല്ലോ, ഇനി മുട്ടുമേ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വിട്ടുപോവുക. നീ കൊണ്ടുവന്നിരിക്കുന്ന നിരാശയും സങ്കടവും, നീ കൊണ്ടുവന്നിരിക്കുന്ന രോഗങ്ങളും നിന്നോടൊപ്പം വിട്ടുപോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി.
അത്ഭുതവും വിടുതലും